സൂറത്തു തൗബയിലെ അവസാനത്തെ ആയത്ത് ഓതിയ മഹാനാണ് ഇമാം ശിബിലി റഹിമഹുല്ലാഹ്. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ച ചില മഹാന്മാർ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു നബി തങ്ങളെ മുന്നിലേക്ക് ചെല്ലുന്നു. ആ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് എഴുന്നേറ്റ് നിന്ന് ശിബിലി ഇമാം തങ്ങളെ രണ്ട് കണ്ണിനിടയിൽ ചുംബിക്കുന്നു. കണ്ട മഹാന് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇത്രത്തോളം ശിബിലി ഇമാമിന് ബഹുമാനം കൊടുക്കാനുള്ള കാരണം എന്താണ്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിസ്കാരം കഴിഞ്ഞ് ദിക്റൊക്കെ കഴിഞ്ഞാൽ, എല്ലാ ഫർള് നിസ്കാരവും കഴിഞ്ഞിട്ട് എന്റെ മഹത്വം പറയുന്ന ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്ന ആയത്ത് ഓതുന്ന മഹാനാണ്. അതിന്റെ പുറമേ വയത്ബഉഹാ ബിസ്സലാത്തി അലയ്യ, ആ ആയത്ത് ഓതിയിട്ട് പിന്നൊരു സ്വലാത്തും ചൊല്ലും. ആയത്ത് മാത്രല്ല, അതിന്റെ ശേഷം ഒരു സ്വലാത്തും എനിക്ക് ചൊല്ലും. അങ്ങനെ എന്നെ ഓർക്കുന്ന, എന്റെ പേരിൽ സ്വലാത്തല്ലുന്ന ആളെ കാണുമ്പോ ഞാനും ഒന്ന് ബഹുമാനിക്കണ്ടേ? അതിനാ ഞാൻ ഇങ്ങനെ എണീറ്റ് നിന്നിട്ട് രണ്ട് കണ്ണിനിടയിൽ ചുംബനം കൊടുത്തത് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയാണ്. വേറെ ചില റിപ്പോർട്ടിൽ കാണാം, ശിബിലി ഇമാം തങ്ങളുടെ വഫാത്തിന് ശേഷം സ്വർഗത്തിൽ മഹാനവറുകൾ സ്വർഗീയരുടെ കൂട്ടത്തിലായി കണ്ടപ്പോ, സ്വർഗത്തിൽ വലിയ ബഹുമാനത്തോടെ നടക്കുന്ന കണ്ടപ്പോ ശിബിലി ഇമാം റളിയല്ലാഹുവിനോട് ചോദിച്ചൊരാള്, എന്തേ അല്ലാഹു നിങ്ങൾക്ക് ഇത്ര ബഹുമാനം തന്നത്? ഒന്നുമല്ല, അല്ലാഹു ഏറ്റവും ബഹുമാനിച്ച നേതാവ്, ഏറ്റവും ബഹുമാനിച്ച സൃഷ്ടി ആരാണ്? അക്രമുൽ ഖൽഖ് ആരാണ്? സഹോദരങ്ങളെ, സൃഷ്ടികളിൽ ഏറ്റവും ബഹുമാനമാർക്കാണ്? തർക്കമില്ലല്ലോ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും വലിയ ബഹുമാനം. അത്ര ബഹുമാനം അല്ലാഹു ആർക്കും നൽകിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറയുന്നുണ്ട്, ബാപ്പാനേക്കാളും ഉമ്മാനേക്കാളുള്ള ബഹുമാനം. ബാപ്പ വിളിക്കുന്നു, മോനെ, മോന് ഫർള് നിസ്കരിക്കാണ്. നിസ്കാരം കൈയ്യച്ചു പോയിട്ട് ബാപ്പാനെ വിളിക്കുത്തരം ചെയ്യാൻ പറ്റുമോ? ഫർള് നിസ്കാരത്തിൽ ബാപ്പ വിളിക്കുന്നു, ഉമ്മ വിളിക്കുന്നു, കൈയ്യച്ചു പോയി ഉത്തരം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. സുന്നത്ത് നിസ്കാരത്തിലാണെങ്കിൽ ബാപ്പാന്റെ ഉമ്മാനും വിളിക്കുത്തരം ചെയ്യണം. അതേ സമയത്ത് അതിനേക്കാൾ അപ്പുറം ഫർള് നിസ്കരിക്കുകയാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ വിളിച്ചാൽ കൈയ്യച്ചു പോയി ഉത്തരം ചെയ്യണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. മദീന പള്ളിയുടെ ഉള്ളിൽ നിസ്കരിച്ചിരുന്നൊരു സ്വഹാബി, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നിസ്കാരത്തിൽ നബി തങ്ങൾ പുറത്തുനിന്ന് വിളിക്കുന്നുണ്ട്, ഉള്ളിലാണ് ആ സ്വഹാബി. നിസ്കരിക്കുകയായിരുന്നു, നബി തങ്ങൾ വിളിച്ചു, വിളിക്ക് ഉത്തരം ചെയ്തില്ല. നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ നിസ്കാരത്തിലായിരുന്നു. അള്ളാഹു പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ എന്ന് നബി തങ്ങൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർറസൂലി ഇദാ ദഅാകും ലിമാ യുഹീകും. അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും എപ്പോ വിളിച്ചാലും ഉത്തരം ചെയ്യണം. നിസ്കാരത്തിലാകട്ടെ, ഫർള് നിസ്കാരത്തിലാകട്ടെ, മാറ്റമില്ല. ഫർള് നിസ്കാരത്തിൽ പോലും കൈയ്യച്ചു ഉത്തരം ചെയ്യണമെന്ന് കൽപ്പനയുള്ള ഒരേ ഒരു നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എന്തൊരു ബഹുമാനാണ് അല്ലാഹു തആല കൊടുക്കുന്നത്, എന്തൊരു സ്ഥാനമാണ് കൊടുക്കുന്നത്. ബാക്കിയുള്ള നബിമാരെ മുഴുവനും അല്ലാഹു തആല അവരെ പേരെടുത്ത് സംബോധന നടത്തി ഖുർആനിൽ. യാ ആദമു, അല്ലാഹു വിളിച്ചില്ലേ? ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. നൂഹ് നബിനെ അല്ലാഹു യാ നൂഹു എന്ന് വിളിച്ചില്ലേ? ഇബ്രാഹിം നബിനെ അല്ലാഹു യാ ഇബ്രാഹിം എന്ന് വിളിച്ചില്ലേ? മൂസാ നബിനെ അല്ലാഹു യാ മൂസാ എന്ന് വിളിച്ചില്ലേ? പക്ഷേ ലോകത്തിന്റെ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി
സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അല്ല കൊടുക്കുന്ന ബഹുമാനം കണ്ടോ? പേരെടുത്ത് വിളിക്കാതെ അല്ല വിളിക്കുന്നത് യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുദ്ദസിർ, ഇങ്ങനെയല്ലേ വിളിക്കുന്നത്. ഒരു സ്ഥലത്ത് പോലും പേരെടുത്ത് വിളിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, ജനങ്ങളോടും അല്ലാഹു അത് പഠിപ്പിച്ചു. ലാ തജഅലൂ ദുആഅർ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ നിങ്ങളെ കൂട്ടുകാരെ പരസ്പരം പേര് വിളിക്കും പോലെ അല്ലാഹുവിന്റെ റസൂലിനെ പേരെടുത്ത് വിളിക്കാൻ പാടില്ല. വിളിക്കേണ്ടത് യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, അങ്ങനെയാണ് വിളിക്കേണ്ടത്. ബഹുമാനം